ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ കേരള ബ്രദേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് ഒരാളെ തിരക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എവിടെ പോയി കാണുന്നില്ലല്ലോ, ആര്യയുടെ കല്യാണത്തിന് കണ്ടില്ല, പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പം കണ്ടില്ല, ഡ്രസ്സ് എടുക്കാൻ പോയപ്പം കണ്ടില്ല, എവിടാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എവിടായിരുന്നോ? ആ ഇച്ചിരി ഉറക്കെന്ന് പറയോ? ഇത്രയും നേരം വായുണ്ടായിരുന്നു, ഇപ്പൊ പെട്ടെന്ന് വായൊക്കെ മാറി. നാസിയെ പോലെയാണ്. പണ്ട് നാസ ഇങ്ങനെ ആയിരുന്നു, വീഡിയോക്ക് ഫ്രണ്ട് വരുമ്പോഴത്തെ അയ്യോ പാവം. ഞാൻ വീഡിയോക്ക് ഫ്രണ്ട് വരുമ്പോഴേ ഉള്ളത്, പക്ഷെ ചിലരൊക്കെ നേരിട്ട് വേറെ ആയിരുന്നു. അല്ലേലും നമ്മളെപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ കൂടെ ഒരു ശത്രുവിനെ കൊണ്ടു നടക്കണം. എന്തിനാണെന്നറിയാവോ? അപ്പോഴേ നമ്മുടെ കുറവുകൾ ഇനി ക്ഷമ പറ. എവിടെ എന്തിനു പോയി? എന്ത് ജോലി? എന്ത് നേഴ്സിംഗ്? നീ ഫോൺ വിളിക്കുമ്പോഴത്തെ സംസാരിക്കുമല്ലോ, ആ സൗണ്ട് എന്ത് ചെയ്യേ? ആ ഒരു ദിവസം രാത്രി എന്നെ ഷെമി ഫോൺ വിളിച്ചതേ. ഫോൺ ചെയ്തിട്ടുണ്ടല്ലോ, ഫോണിൽ കൂടെ ചെറിയ പാട്ട് പാടി. ഞാൻ ഇങ്ങനെ നിൽക്കും, ഇത്രയും നാളില്ലാത്ത പാട്ട്. ഇല്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ആ റെക്കോർഡ് ചെയ്യാൻ അത് ഇച്ചിരി വള്ളിയും പുള്ളിയൊക്കെ കൂട്ടിയുള്ള ഇതായിരുന്നു. തിരുവനന്തപുരത്തേക്ക് ഇവിടുന്ന് പോയപ്പോഴത്തേക്ക് പഞ്ചമായിരുന്നു, പൂച്ചക്കുഞ്ഞായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ ചീറ്റപ്പുലിയായിട്ടാ തിരിച്ചു വന്നത്. എടാ നിനക്ക് കിട്ടാറുണ്ടോ രാത്രി വല്ലോ? ഇല്ല, ഞാൻ എന്റെ അഭിപ്രായം കുഴപ്പമില്ല. അപ്പൊ എപ്പോഴും ഇടയ്ക്ക് എന്താ കിട്ടിയത് പോലെ ഉണ്ടല്ലോ. എന്റെ കിട്ടിയ വിനയ ഓസ്കർ അവാർഡാക്കിയാ മാറ്റിട്ട്. അത് പറഞ്ഞ കേട്ടില്ല. എന്ത് പറഞ്ഞത്? ഈ നാശിച്ചിരിക്കുന്നത് കാണുമ്പോ എനിക്ക് ചിരി വരുന്നു കേട്ടോ. ഇവിടെ ഷോർട്ട് ഫിലിം എടുക്കുമല്ലോ നമ്മള്. ഷോർട്ട് ഫിലിം ഇത് എല്ലാരും കൂടെ കിട്ടത്തില്ല. ഷോർട്ട് ഫിലിം എടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഇവള് ഡയലോഗ് പറയാൻ വേണ്ടി ക്യാമറയ്ക്ക് മുമ്പിൽ ഒന്ന് നിൽക്കുവേ. ആ മേശ തട്ടി സമാധാനമായില്ല, തൃപ്തിയായില്ല. എന്റെ മേശയുടെ കാലിടിച്ച് കണ്ട, എന്റെ മേശയുടെ കാലിടിച്ച്. നമ്മളെ ഷോർട്ട് ഫിലിം എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇവള് ക്യാമറയുടെ ഫ്രണ്ടിലും ഇവനായിരിക്കും ക്യാമറ മിക്കപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിക്കും. ചുമ്മാ ചിരിക്കും, എനിക്ക് ചിരി. അയ്യോ, കട്ട് പറയുമ്പോ വിനോദ കട്ടിലേക്കാണ് നിന്നിക്കുന്ന സീൻ കാണിച്ചു തലയും കുത്തിക്കാണ് ചിരിച്ചു. ഓർമ്മയുണ്ടോ? അതെപ്പോഴായിരുന്നു? അതിനോട്ട് ഷോട്ടിൽ കട്ടിലേ നിന്നിക്കുന്ന സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നടന്നിട്ട് ചാടി ഉണ്ടെങ്കിൽ സീൻ വരുമ്പോ നമ്മള് കട്ട് ചെയ്യുന്നൊരു സീൻ ഉണ്ടായിരുന്നല്ലോ. അതെ, എനിക്കിപ്പോ ഓർമ്മയില്ല. ഒറ്റ ഷോർട്ട് ഫിലിം, ഞാൻ മരിക്കുന്ന ഷോർട്ട് ഫിലിം. ആ ഷോർട്ട് ഫിലിമില് ഞാൻ മരിക്കുന്ന ഷോർട്ട് ഫിലിം. ഫുഡ് കഴിയുമ്പോ അല്ല, അതിനു മുമ്പ് ഇയാള് പോയി. അത് അല്ല, അമ്മയുടെ ഷൂട്ട് എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് അശ്വതിക്ക് തല വീഴുന്ന സമയത്ത് ആ ഷൂട്ടിൽ അതിന്റെ ബാക്കി എടുക്കുമ്പോ ക്ഷമയില്ലായിരുന്നു. പിന്നെ ശാസ്താംകോട്ട വെച്ചെടുത്ത സീനും ഉണ്ടായിരുന്നു. ശാസ്താംകോട്ട രണ്ടു വട്ടം എടുത്ത്. അല്ല, ഒന്ന് ബോധം കെട്ട് വീണതും, പിന്നെ ഒന്ന് നമ്മള് രാത്രി എല്ലാവരും കൂടെ ഫുഡ് പോയി കഴിച്ചു. അല്ല, രണ്ടാമത് പോയപ്പോഴല്ലേ നിനക്ക് ലീവ് സ്റ്റാർട്ടിങ് കേറുവാന്ന് പറഞ്ഞു. നമ്മള് സന്തോഷിച്ച് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു പിറ്റേന്ന് അങ്ങോട്ട് കയറണം. ഇതിപ്പോ BP കുറവായതുകൊണ്ട് വിടണോ വേണ്ടെന്നുള്ള ഇങ്ങനെ ആലോചനയായിരിക്കും. BP കുറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി കുറയുന്ന പറഞ്ഞു. BP പറയുന്നുണ്ട്, ക്ഷമിക്ക് BP ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. അങ്ങനെ അപ്പം ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ 90-60. അപ്പൊ എപ്പോഴും തലകറക്കം വരുന്നുണ്ട് ജോലി സ്ഥലത്ത് വെച്ച്. അപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരിക്കുക. അതാ ചെക്കപ്പ് എന്ന് ഉദ്ദേശിച്ചത്, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിച്ചല്ല. പക്ഷെ ഉടനെ നിങ്ങൾ അറിയിക്കുന്നേ. അല്ല, കയ്യിൽ ഇവിടെ പിടി
വല്ല കഴിക്കാൻ പോകുന്ന കാര്യം അതൊന്നും കുട്ടിക്കൊന്നും അടിക്കുള്ളൂ. ഇവിടെ ചെക്കപ്പിന് കൊണ്ടുപോകില്ല, അവിടെ എടുത്താലും ചെക്കപ്പിന് കൊണ്ടുപോകണം. അവിടെ കണ്ടില്ലേ എനിക്ക് മാത്രല്ല അവിടെയും കൊണ്ടുപോകണം ചെക്കപ്പിന്. ആ എനിക്ക് പിന്നെ കുഴപ്പമില്ല. അയ്യോ അത് നിനക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട്, അത് നിനക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് അറിയാത്തത്. അല്ലല്ല നിനക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് നിന്റെ വയററിയാത്ത. എനിക്ക് ഹൈറ്റ് കുറഞ്ഞതുകൊണ്ട് എന്റെ വയററിയാം. എനിക്ക് വണ്ണം ഉണ്ടെങ്കിലും വയറ് അതനുസരിച്ചുണ്ട്. അതാ പറഞ്ഞത്. പക്ഷെ നിനക്ക് വയറ് മാത്രം ചാടി എനിക്ക് നിന്നെ പോലെ ഇറച്ചിയില്ല, എനിക്ക് ഇറച്ചി കുറവ്. അതുകൊണ്ടാണ് ഇല്ല ഞാൻ കുറച്ചാ തിന്നുന്നത്. മനസ്സിലാവാത്തോണ്ട് വയറിനകത്ത് ഇവൻ കൂടുതൽ തിന്നുന്നോണ്ട് ഇവനെ ഇറച്ചി കൂടുതൽ. വളകാപ്പിന്റെ വീഡിയോ എടുക്കാൻ സമയമായി. അത് കൊള്ളാം. വല്ല ആവശ്യം ഉണ്ടായിരുന്ന കൊള്ളാം, കൊള്ളാം. ശരി. എന്നടങ്ങിരുന്നുണ്ടായിരുന്നോ കാണിക്കുന്നത്? ഒന്നൂടെ. ആ പിന്നെ പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ആര്യയുടെ കല്യാണത്തിന് എന്താ ഷെമി വരാഞ്ഞെന്ന്. അത് ഷെമിക്ക് ആ സമയത്ത് ലീവ് കിട്ടിയില്ല. അന്ന് 10-ാം തീയതി പോയതേ ഉള്ളായിരുന്നു. അപ്പൊ അത് 10-15 ദിവസത്തെ ലീവ് കഴിഞ്ഞിട്ട് പോയതാണ്. 17 ദിവസം ലീവായിരുന്നു. വയ്യാതെ വന്നതിന് ശേഷമായിരുന്നു. BP പറഞ്ഞിട്ട് വന്നായിരുന്നു, ശ്വാസമുട്ടലൊക്കെ ആയിട്ട്. അന്നേരം 17 ദിവസത്തെ ലീവ് കഴിഞ്ഞിട്ട് 10-ാം തീയതി പോയതേ ഉള്ളു, കയറിയതേ ഉള്ളു. അപ്പൊ 5-ാം തീയതി 15-ാം തീയതി വീണ്ടും ലീവ് ചോദിക്കാൻ പറ്റത്തില്ല. ചോദിച്ചപ്പോ കൊടുത്തില്ല. അതാ വരാഞ്ഞത്. പിന്നെ ഞാൻ മാത്രം പോയി. അതാ ഞാനാണ് നാസിയോട് പറഞ്ഞ കൂട്ടണെന്ന്. അപ്പൊ നാസി കൂട്ടിയില്ല. നമ്മളെ തുപ്പാശ്ശേരി ഡ്രസ് എടുത്തിട്ട് ഫുഡ് കഴിക്കുന്നത് വീഡിയോക്കകത്ത് ഒരു ചെയർ മിസ്സിംഗ് ആയിരുന്നു. അതെ അതെ കറക്റ്റ് അല്ലായിരുന്നു. അവിടെ ഷെമി ഇല്ല പിന്നെ അതിന് ഓർക്കുന്ന നിന്റെ കെട്ടിയ സാധനം അങ്ങോട്ട് കൊണ്ടുവച്ചത് നിന്റെ കെട്ടിയ അറ്റാക്കായിരുന്നു. ആര്യക്ക് ചെയ്തിട്ട് മന്തി ഓർഡർ ചെയ്ത്, അശ്വതയ്ക്ക് അൽഫാം, 12 പീസിന്റെ ബ്രോസ്റ്റഡ് ചിക്കൻ ഓർഡർ ചെയ്ത്. ഇയാള് വീട്ടിൽ നിന്ന് ബൂക്കോട്ടെ ചോറമാരി തിന്നിട്ട് അവിടെ വന്നു. അല്ല ഞാൻ 3 എടുത്ത് ഇയാൾക്ക് 3 കൊടുത്ത്. അല്ല ഇയാള് കഴിച്ചില്ല, ഞാൻ 7 കഴിച്ചു. ഞാൻ വന്ന് 7 പീസ് കഴിച്ചു. ഞാൻ 1 കഴിച്ചുള്ളൂ, ബാക്കി ഇയാൾക്ക് വേണ്ട. എന്നാ പിന്നെ എന്തിനാ ആഹാരമല്ലേ കളയണ്ടല്ലോ. എനിക്ക് അത് അറിയത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ കഴിച്ച എന്റെ പേര് പറഞ്ഞു. ഇയാള് അത് അതിനകത്തുനിന്ന് പിച്ച് കഴിച്ചിട്ട് അൽഫാം തിന്നാൻ പറ്റും. നീ ഒന്ന് ആലോചിച്ച് നോക്കണം, നിന്നെ കുറിച്ച് ആലോചിച്ചെങ്കിൽ അത് കൊണ്ടുവച്ചത് ഇവന്റെ മുമ്പിൽ അന്നേരം അറ്റാക്ക് ചെയ്ത്. അല്ല അതാ അവന് ഫുഡ് കണ്ടുകഴിഞ്ഞാൽ അവന് പ്രാന്ത. പാഴ്സൽ എടുത്തപ്പോ 2 പീസ് ചിക്കനും പിന്നെ കുറച്ച് ബന്നും ഞാൻ കൊടുത്തു വിട്ടു. അത് കൊണ്ടുവന്നിട്ട് ഞങ്ങള് മക്കൾക്ക് കൊടുത്തു. അപ്പോ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങള്. ഇതാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇനി ആര് ചെയ്തും കൂടെ വരുവാണെങ്കിൽ അത് ഇതിനേക്കാളും കൂടും. ഇങ്ങനെയാണ് എല്ലാവരുമായിട്ട് നിൽക്കുന്ന സമയത്ത്. അല്ലാണ്ട് ഞങ്ങള് പ്രത്യേകിച്ച് എന്താ അഭിനയിക്കുന്നതും കാര്യങ്ങളൊന്നും അല്ല. ഞങ്ങൾ എന്താ അഭിനയിക്കാൻ, ഞങ്ങള് സാധാരണക്കാര്. ഞങ്ങള് സാധാരണ വന്ന് ഞങ്ങള് ഇവിടം വരെ. അപ്പൊ പലരും പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് വീഡിയോക്ക് പൈസക്ക് വേണ്ടി വീഡിയോ എടുത്ത് പൈസക്ക് വേണ്ടി വീഡിയോ. നമുക്ക് ഒരു എന്നുവെച്ചാ രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വിശേഷങ്ങൾ ആരും ഷെയർ ചെയ്ത് ഒരു അവസരമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. നമ്മളത് ഉപയോഗിക്കുന്നു. നമ്മുടെ വിഷയം നമ്മൾ വേണ്ടാത്തതോ ഒന്നും പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ കൈ നിട്ടോ ഒന്നും അഭിനയിക്കുന്നതായിട്ടോ ഒന്നും ഇല്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി, നമ്മളാൽ കഴിയുന്ന രീതി അല്ലേ ശരി. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയണം എന്നുള്ളതുകൊണ്ട് കൂടുതലും വീഡിയോ ചെയ്യാൻ. കേസിന്റെ കാര്യം പറഞ്ഞപ്പോഴായാലും പലരും പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണിച്ച് വീഡിയോ ഇട്ട് വരുമാനം കൂട്ടാണ്. ഇപ്പൊ ഒരേ ചാനലില് സബ്സ്ക്രൈബേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയും കോണ്ടാക്ട് നമ്മുടെ ഫോണിൽ സേവ് ചെയ്യാൻ പറ്റത്തില്ല. പലരും അശ്വതി ആരും എന്നെ ആരും മെസ്സേജ് അയച്ചിട്ടൊക്കെ പലരും ചോദിച്ചത് വിവരങ്ങൾ അറിയാൻ അല്ലേ അശ്വതി. അപ്പൊ നമുക്ക് എല്ലാരെയും അറിയിക്കാനെന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടത്. ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഫാമിലി എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ അറിയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും സ്നേഹിക്കുന്നവരും നമ്മളൊരു ഫാമിലിയിലെ അംഗത്തിനെ പോലെയാണ്. അപ്പൊ അതുവഴി നമുക്ക് അറിയിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരെയും കോണ്ടാക്ട് ഉള്ളവരേ ഉള്ളൂ നമുക്ക് അല്ലാതെ പറഞ്ഞ് അറിയിക്കാൻ പറ്റും. അല്ലാത്തവരെ ഇങ്ങനെ അറിയിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ ചെയ്തത്. അതൊക്കെ കേട്ടോണ്ടിരിക്കണേ. ഞാൻ ഓർക്കുവാണ് പണ്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ പരിചയപ്പെട്ട ഇടയ്ക്കുള്ള നാസിയും ഇപ്പോഴത്തെ നാസിയും ഇച്ചായനെക്കാളും ഒരുപാട് മാറ്റം ഉണ്ടായി. ഡയറക്ഷൻ പഠിച്ചു, സംസാരിക്കാൻ പഠിച്ചു, ഫോട്ടോ എടുക്കാൻ പഠിച്ചു. ഫോട്ടോ എടുക്കാൻ പണ്ടേ അറിയാം. പിന്നെ എന്തുവായിരുന്നു
DSLR അല്ല, സംസാരിക്കാനും അറിയാം, പക്ഷെ വീഡിയോക്ക് സംസാരിക്കുന്നില്ലെന്നേ ആ ഫോട്ടോ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ? ആദ്യം ചാനൽ തുടങ്ങിയ സമയത്തേ ഇവൻ പറഞ്ഞിരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ക്യാമറ എല്ലാവരും ഫോട്ടോയിലും വീഡിയോയിലും എന്നെ പുറത്തോട്ട് കാണിക്കരുത്. എന്റെ മുഖം വീഡിയോയിൽ കാണിക്കരുത്, ഞാൻ ക്യാമറാമാനായിട്ട് നിക്കത്തേ ഉള്ളൂ, നീ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോണം എന്നാണ് എന്നോട്. സപ്പോർട്ട് ചെയ്ത് തള്ളിക്കോളാം. പക്ഷെ ഇപ്പൊ എന്നേക്കാൾ ഇൻട്രസ്റ്റോടെ നിൽക്കുന്നത് അവനാണ്. ഒത്തിരി മാറ്റം വന്നു നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷം, ഒരുപാട് മാറ്റം വന്നു. പിന്നെ എന്താ പറയുക, കുറെ കൂടെ നമുക്ക് സംസാരിക്കാൻ പഠിച്ചു. ആൾക്കാരുടെ ഇടയിലേക്ക് ചെല്ലുന്ന സമയത്ത് കുറച്ചുകൂടെ സംസാരിക്കാൻ പഠിച്ചു. ഇവനൊക്കെ എന്റെ സ്വഭാവം, ഞാൻ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ മിണ്ടുന്ന കൂട്ടത്തിലൊന്നും അല്ലായിരുന്നു. വേറെ കൂട്ടുകാരുണ്ട് അവിടെ ഇങ്ങനെ ആ സത്യം, ഞാൻ ആരടുത്തും മിണ്ടത്തില്ലായിരുന്നു. എവിടെയെങ്കിലും ഒരിടത്ത് ഇങ്ങനെ ഒതുങ്ങി കൂടി മാറിയിരിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസം വന്നു. നമ്മുടെ ചാനലൊക്കെ തുടങ്ങി സംസാരിക്കാൻ പഠിച്ചതിന് ശേഷം ഒരുപാട് വ്യത്യാസം. നമ്മളെ 2 ദിവസം വീഡിയോക്കകത്ത് കണ്ടില്ലെങ്കിൽ ഓരോരുത്തരും കമന്റ് ഇട്ടായിരിക്കും കണ്ടില്ലല്ലോ, അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക്. പിന്നെ നാസിയുടെ സംസാരം ആവശ്യമില്ല. നമ്മളേന്ന് ഉദ്ദേശിച്ചത് എന്നെ മാത്രം. ഞാൻ പറഞ്ഞ നാസിയുടെ കാര്യമില്ല പറഞ്ഞോണ്ടിരുന്നെ. എന്നെ ഓവറായിട്ടുള്ള എക്സ്പ്രഷൻ ഒന്നുമില്ല. കുറച്ച് തക്ക് കൂടുതലുള്ളവരെ കുറച്ച് തക്ക് എനിക്ക് മെഴുകാൻ നല്ല ഇവനെ ഇത് കിട്ടിയാൽ ഞാൻ അവനെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെയാണ് ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വിശേഷങ്ങള്. അതെ അതെ. അപ്പോ ഇച്ചിരി അധികപ്പറ്റായിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ മീന് കഴിച്ചു കൊണ്ടുവന്ന വയറാ ചാടിക്കിടക്കുന്നു. പറയണ്ട, നീ ഇരിക്കുന്നോണ്ട് നിന്റെ വയറില്ല. ആ നമ്മുടെ ഗബ്രൂച്ച കേട്ടോ. ഗബ്രൂച്ച എല്ലാവർക്കും ഹായ് കൊടുക്ക്. ഹായ്. ഇപ്പോഴത്തെ വീഡിയോയില് അപ്പൊ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നമ്മുടെ കൂടെ തന്നെ നിൽക്കുക. നമ്മുടെ ഇനി സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഉയരങ്ങളിൽ കൊണ്ടുപോകുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരെയും കൂട്ടുകാരെ ബൈ. അല്ല ഞാൻ പറഞ്ഞു ആ ഗബ്രൂസിന്റെ ഹായ് 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 ഹായ്.